എന്നും രാവിലെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നമ്മൾ മാവ് അരച്ച് വെച്ചാൽ മാത്രം പോരാല്ലേ. അതിന് ഇനിയിപ്പോൾ എന്താ കറി നോക്കണം, സാമ്പാറാണോ ചട്നിയാണോ. എന്നും ഒരേ കറി കൊടുത്താലും ആർക്കും ഇഷ്ടാവില്ല. ചട്നി അരച്ചാലും ചിലപ്പോൾ ഇഷ്ടാവില്ല അല്ലേ. ആ സമയം നമുക്ക് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് വഴുതനങ്ങ ബാജി എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു 6 വഴുതനങ്ങ, ഒരു സവാള, ഒരു തക്കാളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വലിയ കുക്കറാകുമ്പോൾ ഒരു 5 വിസിൽ വെക്കണം. ചെറിയ കുക്കറാണെങ്കിൽ ഒരു 3 വിസിൽ മതിയാകും. എന്നിട്ട് നമ്മുടെ ഈ എയറെല്ലാം പോയ ശേഷം നമ്മളിതൊന്ന് കറിയൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നമ്മൾ പരിപ്പ് മദ്ദ് കൊണ്ടോ അല്ലെങ്കിൽ തവി എന്തെങ്കിലും പൊട്ടാറ്റോ മെഷർ കൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതിനായിട്ട് വഴുതനങ്ങ എടുക്കുമ്പോൾ ചെറിയ പിഞ്ച് വഴുതനങ്ങ എടുക്കാൻ ശ്രമിക്കുക. മൂത്തത് എടുക്കരുത്. അതുപോലെ വയലറ്റ് കളറിൽ വലിയ വഴുതനങ്ങ ഉണ്ടാവില്ല, അതും വേണ്ട. നോർമലായിട്ട് നമ്മുടെ നാടൻ വഴുതനങ്ങയാണ് നല്ലത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം പെരുങ്കായമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പെരുങ്കായ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സാമ്പാർ പൊടി വേണമെങ്കിൽ സാമ്പാർ പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന കറി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കറി നന്നായിട്ട് തിളച്ച് വരുന്ന ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്തിട്ട് വാങ്ങി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.